ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വിചിത്രവും എന്നാൽ അങ്ങേയറ്റം ഭക്തിനിർഭരവുമായ ഒരു പുണ്യഭൂമിയുണ്ട് കൊല്ലം ജില്ലയിലെ ശൂരനാട് പെരുവഴി മലനട. ലോകമെമ്പാടും വില്ലനായി ചിത്രീകരിക്കപ്പെട്ട ദുര്യോധനനെ അപ്പോപ്പൻ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും മഹാസംഗമമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നാം കാണുന്നതുപോലെ ഗർഭഗൃഹമോ വിഗ്രഹമോ കൊത്തുപണികളോ ഇവിടെയില്ല. പകരം മലമുകളിൽ വിസ്തൃതമായ ഒരു ആൽത്തറ മണ്ഡപം മാത്രം. പ്രകൃതിയെയും അതിരുകളില്ലാത്ത വിശ്വാസത്തെയുമാണ് ഇവിടെ ഭക്തർ വണങ്ങുന്നത്. പാണ്ഡവരെ തേടിയുള്ള യാത്രക്കിടയിൽ തളർന്നുവീണ ദുര്യോധനന് കുടിക്കാൻ പാൽ നൽകിയ നിഷാദ സ്ത്രീയുടെയും ആ ഗോത്രവർഗ്ഗക്കാരുടെയും സ്നേഹത്തിൽ അലിഞ്ഞ കൗരവ ചക്രവർത്തി അവർക്ക് 100 ഏക്കറോളം ഭൂമി ദാനമായി നൽകിയെന്നാണ് ഐതിഹ്യം. ഇന്നും ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി അഥവാ ഊരാളി കുറവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെന്നത് ജാതിമത ചിന്തകൾക്കതീതമായ മലനടയുടെ ഔന്നത്യം വിളിച്ചോതുന്നു. മീനമാസത്തിലെ 2ാം വെള്ളിയാഴ്ച 2026 മാർച്ചിൽ ഇത് 27ാം തീയതിയാണ്. മലനടയൊന്നാകെ ഇരമ്പിക്കേറുന്നത് കെട്ടുകാഴ്ചകളുടെ അകമ്പടിയോടെയാണ്. ഓരോ കരയിൽ നിന്നും 70 മുതൽ 80 അടി വരെ ഉയരമുള്ള ഭീമാകാരമായ എടുപ്പുകുതിര കളും കാളക്കളും പാടവരമ്പുകൾ താണ്ടി മലമുകളിലേക്ക് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. ഈ ഭീമൻ കുതിരകളെ തോളിലേരിയും വലിയ ചക്രങ്ങളിൽ ഘടിപ്പിച്ച് നൂറുകണക്കിന് ആളുകൾ ചേർന്ന് വടം കെട്ടി വലിച്ചും കൊണ്ടുവരുന്നത് മേയാഭ്യാസത്തിന്റെ കൂടി പ്രകടനമാണ്. ഉത്സവത്തിന്റെ ഏറ്റവും വൈകാരികമായ നിമിഷം മലക്കുട എഴുന്നള്ളിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ ഊരാളി കച്ചകെട്ടി ശിരോവസ്ത്രം ധരിച്ച് വർണ്ണാഭമായ കുടയുമായി എഴുന്നള്ളുന്നു. ഈ കുട ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഓരോ കരക്കാരുടെയും കെട്ടുകാഴ്ചകളെ ആശീർവദിക്കുന്നതോടെ ഭക്തർ ആവേശക്കുടമുടിയിലാകുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കള്ള്, വെറ്റില, പുകയില എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് കാണാം. തന്റെ ആതിഥേയർ നൽകിയ സ്നേഹവിരുന്നിനെ ദുര്യോധനൻ ഇന്നും സ്വീകരിക്കുന്നുവെന്ന സങ്കല്പമാണിതിനു പിന്നിൽ. ഉത്സവരാത്രിയെ ധന്യമാക്കുന്നത് വിശ്വപ്രസിദ്ധമായ നിഴൽകുത്ത് കഥകളി ആണ്. പാണ്ഡവർക്കെതിരെ ദുര്യോധനൻ നടത്തുന്ന ആഭിചാര ക്രിയയുടെ കഥയാണിത്. കഥകളിയിലെ ദുര്യോധനന്റെ വേഷപ്പകർച്ചകളും വാദ്യമേളങ്ങളും ആ രാത്രിക്ക് ഒരു നിഗൂഢ സൗന്ദര്യം പകരുന്നു. കേരളത്തിന്റെ തനതായ ഗ്രാമീണ സൗന്ദര്യവും ഇതിഹാസ ബന്ധവും ഒത്തുചേരുന്ന മലനട സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ ഉത്സവകാലം തന്നെയാണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ശാസ്താംകോട്ടയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.